വരുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ബി.ജെ.പിയുടെ പുനഃസംഘടന നടക്കുന്നത്. പുനഃസംഘടനയ്ക്ക് സംസ്ഥാന അധ്യക്ഷനാകാൻ എം.ടി. രമേശ് കുപ്പായം തേച്ച് മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ എൻ രാധാകൃഷ്ണനും കുപ്പായം തേച്ചു മടക്കി പ്രസിഡന്റ് കസേരയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റ് കസേരയിലിരിക്കാൻ ഏറെ ആഗ്രഹിച്ച ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ ഒതുക്കി സ്വന്തം പക്ഷത്താക്കി. ശോഭാ സുരേന്ദ്രൻ അറിയാം, കെ സുരേന്ദ്രൻ വിചാരിച്ചാൽ താൻ പ്രസിഡന്റ് ആകും. ആ ഒരു വഴിക്കാണ് ശോഭാ സുരേന്ദ്രൻ നീങ്ങുന്നത്. ബി.ജെ.പിക്കുള്ളിലെ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്. ഇവർ യാതൊന്നും ഒരു അച്ചീവ്മെൻറ്റും നടത്തിയിട്ടില്ല. വോട്ട് പെർസെൻറ്റേജ് കൂടുന്നു, വോട്ടിംഗ് ശതമാനം കൂടുന്നു, അതൊക്കെ വാസ്തവമായിരിക്കുമ്പോഴും ഇവർക്ക് അടിസ്ഥാനപരമായി മലയാളികളുടെ മനസ്സിൽ ഇടഞ്ഞു നടാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സന്ദീപ് വാര്യരൊക്കെ പറയുന്നത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും കൂത്തരങ്കാണ് ബി.ജെ.പി. അത് മാറ്റിവെച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് മലയാളികളുടെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിൽ ഇടം നേടാൻ കഴിയുകയുള്ളൂ. അതൊരു പരമാർത്ഥമായിരിക്കെ തന്നെയെങ്കിലും ബി.ജെ.പി വളരുന്നുണ്ട്. അത് സമ്മതിക്കാതിരിക്കാൻ തടവില്ല. നമുക്ക് ഒരു എം.എൽ.എ ഒ രാജഗോപാൽ ഉണ്ടായിരുന്നു, എം പി ആയി സുരേഷ് ഗോപിയുണ്ട്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഇപ്പോൾ ഈ പുനഃസംഘടന വരുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ എറണാകുളത്ത് ചേരുന്ന അവരുടെ നേതൃയോഗം ചർച്ച ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്, വോട്ട് മറിച്ചതാരാണ്, വോട്ട് മറിക്കാത്തതാരാണ്, ഈ 18 കൗൺസിലർമാർ മാറി നിന്നോ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ അവർ ചിന്തിക്കും. പക്ഷേ പുനഃസംഘടനയിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ എം.ടി. രമേശിനെ പിന്തുണയ്ക്കുകയാണ് പി.കെ. കൃഷ്ണദാസ് വിഭാഗം. പി.കെ. കൃഷ്ണദാസ് വിഭാഗം ശോഭാ സുരേന്ദ്രനെയാണ് നേരത്തെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അടപടലം കൂറുമാറി കെ സുരേന്ദ്രനെ ജൈവിളിച്ച് കെ സുരേന്ദ്രൻ്റെ ക്യാമ്പിലേക്ക് ചേക്കേറി. അപ്പോൾ ഇനി ശോഭാ സുരേന്ദ്രനെ പിന്താങ്ങിയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എം.ടി. രമേശിനെ ഇനി പ്രസിഡന്റ് ആക്കണം എന്ന തരത്തിലാണ് പി.കെ. കൃഷ്ണദാസ് വിഭാഗം മുന്നോട്ട് പോകുന്നത്. എം.ടി. രമേശും അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പി.കെ. കൃഷ്ണദാസിനൊപ്പം അടിയുറച്ചു നിന്ന നേതാവാണ് എൻ രാധാകൃഷ്ണൻ. നമുക്കറിയാം, പല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തോറ്റുപോയ ആളാണ് എൻ രാധാകൃഷ്ണൻ, എറണാകുളത്തുള്ള ആൾ. അദ്ദേഹം പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവൊന്നും നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് അറിയില്ല. പക്ഷേ പി.കെ. കൃഷ്ണദാസ് പറയുന്നു എൻ രാധാകൃഷ്ണനോ എം.ടി. രമേശിനോ ആകണമെന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ ആഗ്രഹം. പക്ഷേ ഇക്കൊല്ലം എൻ രാധാകൃഷ്ണൻ്റെ പേര് പി.കെ. കൃഷ്ണദാസും ഒഴിവാക്കി. എം.ടി. രമേശിൻ്റെ പേര് മാത്രമാണ് മുഴച്ച് നിൽക്കുന്നതും എം.ടി. രമേശിനെ പ്രസിഡന്റ് ആക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും. എന്നാൽ വി മുരളീധരൻ, പഴയ നമ്മുടെ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമൊക്കെ ആയിരുന്ന വി മുരളീധരൻ എന്താണ് കഴിഞ്ഞ 5 വർഷവും കെ സുരേന്ദ്രന് ഒപ്പമായിരുന്നു. കെ സുരേന്ദ്രൻ്റെ എല്ലാ കെടുതികൾക്കും, എല്ലാ മോശം പ്രവർത്തികൾക്കും പിന്തുണ നൽകി കെ സുരേന്ദ്രനെ ഇത്രയും വെറുക്കപ്പെട്ടവനാക്കി തീർത്തതിൽ ഉത്തരവാദി വി മുരളീധരനാണ്. എന്നാൽ വി മുരളീധരൻ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി നേരെ കളം മാറ്റി ചവിട്ടുകയാണ്. കാരണം കേന്ദ്രമന്ത്രി സ്ഥാനം പോയി, രാജ്യസഭാ അംഗത്വം പോയി. പിന്നെ ഇനി എന്താണുള്ളത്? ഇനിയുള്ളത് പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷ പദവി അല്ലാതെ മറ്റൊന്നും തനിക്ക് ലഭ്യമാകുന്നതിൽ ഏറ്റവും വലിയ സാധനമല്ല. തനിക്ക് പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ എത്തണമെന്നാണ് വി മുരളീധരൻ്റെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് ചില ചോട്ടാ നേതാക്കളെയൊക്കെ വി മുരളീധരൻ ഇങ്ങനെ സമീപിച്ച് തനിക്ക് പ്രസിഡന്റ് ആകണം എന്ന തരത്തിൽ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ വി മുരളീധരൻ പറയുന്നത് കെ സുരേന്ദ്രൻ കൊള്ളുകയല്ല, കെ സുരേന്ദ്രനെ ഇതിൽ നിന്ന് മാറ്റണം, സംഘടനയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണം. അതുകൊണ്ട് കെ സുരേന്ദ്രനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വരാൻ യോഗ്യൻ താനാണ്, വി മുരളീധരനാണ് എന്ന തരത്തിലുള്ളൊരു പ്രചരണവും ബി.ജെ.പിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഈ വി മുരളീധരനാണോ എം.ടി. രമേശാണോ ഇനിയിപ്പോൾ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ തന്നെ തുടരുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസം വരെ പോകണം. ബി.ജെ.പിയുടെ ശക്തി എന്താണെന്ന് കൂടി നമ്മൾ അറിയണം. ബി.ജെ.പിയുടെ കാതൽ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും കോർ വിഭാഗം എന്ന് പറയുന്നത് RSS ആണ്. RSSനെ ബി.ജെ.പി ഇങ്ങനെ വെറുപ്പിച്ചിട്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ വെറുപ്പിച്ചിട്ടിരിക്കുകയാണ്. വെറുത്ത് RSSകാർ, സുഭാഷൊക്കെ എന്ന് പറയുന്ന നേതാക്കളൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പോയി. അതുമാത്രമല്ല RSSനെ ഇപ്പോൾ ഉത്തരമേഖല അതുപോലെ തന്നെ ദക്ഷിണ മേഖല എന്ന തരത്തിൽ 2 വിഭാഗങ്ങളായി തിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് RSSൻ്റെ എതിർപ്പിന് ഒരു ഏക സ്വഭാവം ഇനി ഉണ്ടാവുകയില്ലെന്ന് വി മുരളീധരൻ അറിയാം. RSSൻ്റെ ഏതെങ്കിലും ഇപ്പോൾ ഉത്തരമേഖലാ വിഭാഗത്തെ അവരുടെ പിന്തുണയുണ്ടെങ്കിൽ വേണമെങ്കിൽ വി മുരളീധരന് ഇവിടെ പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ ദക്ഷിണ മേഖലയുടെ പിന്തുണ കിട്ടിയാലും പ്രസിഡന്റ് ആകാം. ഈ 2 മേഖലയും ഒരുമിച്ച് ഒരു നയതീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന കാര്യം ഈ ഒരു അവസരത്തിൽ അസാധ്യമാണെന്ന് വി മുരളീധരൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പി.കെ. കൃഷ്ണദാസ് അതിനെയും മറികടന്ന ഒരു ചിന്തയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എം.ടി. രമേശ് RSSന് എക്കാലത്തും വേണ്ടപ്പെട്ട നേതാവാണ്. RSSൻ്റെ നയങ്ങൾക്ക് ഒത്തുനിൽക്കുന്ന നേതാവാണ്. കുമ്മനം രാജശേഖരൻ്റെ അനുഗ്രഹ ആശിസ്സുകൾ എം.ടി. രമേശിനുണ്ട്. അതുകൊണ്ട് എം.ടി. രമേശ് RSSൻ്റെ പിന്തുണയോടുകൂടി സംസ്ഥാന പ്രസിഡന്റായി വരുമെന്ന മോഹമാണ് പി.കെ. കൃഷ്ണദാസ് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന പുനഃസംഘടനയോടുകൂടി സംസ്ഥാന ബി.ജെ.പിയുടെ മുഖം മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രന് ഒപ്പം അല്ലെങ്കിൽ ജയ് വിളിച്ച് പുറകെ പോയതിൽ എന്തെങ്കിലും ഫലമുണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ്റെ അണികളും അനുയായികളുമായ ആളുകളും.